തിയറം 2 സീക്വൻഷ്യൽ ക്രൈറ്റീരിയ. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ നമ്മൾ ലിമിറ്റിന് കണ്ടതാണ്. ലിമിറ്റിൻ്റെ കേസിൽ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ if and only if for every sequence in A that converges to C f of xn converges to C ആണെങ്കിൽ f of xn converges to L ആയിരിക്കും. ഇതായിരുന്നു ലിമിറ്റിൻ്റെ കേസിലെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ പറയുന്നത്. ഇവിടുത്തെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ പറയുന്നത് എഫ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് സി. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സി എലമെന്റ് ഓഫ് എ if and only if for every sequence xn in A that converges to C, xn in A converges to C, f of xn converges to f of C. xn converges to C വരുമ്പോഴെല്ലാം f of xn converges to f of C ആയിരിക്കണം. അപ്പോൾ f കണ്ടിന്യൂസ് ആണെങ്കിൽ xn converges to C വരുമ്പോൾ f of xn converges to f of C ആയിരിക്കണം. Again xn converges to C യും f of xn converges to f of C യും വരുമ്പോഴെല്ലാം f കണ്ടിന്യൂസ് ആയിരിക്കണം. ഇഫ് ആൻഡ് only if രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യണം. കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്, ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതുണ്ട്. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ട് എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതുണ്ട് എന്ന് ആദ്യം കാണിക്കാം. സെക്കൻഡ് പാർട്ട് നമ്മൾ കോൺട്രാപോസിറ്റീവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുവാണ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. എഫ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. നമുക്ക് എന്താ കാണിക്കേണ്ടത്? xn converges to C വരുമ്പോൾ xn is a sequence in A which converges to C വരുമ്പോഴെല്ലാം f of xn converges to f of C എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ f is continuous at C. അപ്പം ബൈ ഡെഫിനേഷൻ നമുക്ക് എന്താ പറയാം? ഫോർ എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആയതുകൊണ്ട് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that whenever x element of A and mod x minus c less than delta, x എയിൽ ഉണ്ടായിരിക്കുകയും എക്സ് സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ വരികയും ചെയ്യുമ്പോഴെല്ലാം നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ അല്ലെ. എഫ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that whenever x element of A and mod x minus c less than delta, modulus of x minus c less than delta വരുമ്പോഴെല്ലാം modulus of f of xn minus f of c will be less than epsilon ആയിരിക്കും. ഇതാണ് നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻ. ഇനി നമ്മൾ xn converges to c തന്നിട്ടുണ്ട്. നമ്മൾ f is continuous at c എന്നുള്ളത് യൂസ് ചെയ്തു. ആൻഡ് സപ്പോസ് xn is a sequence in A that converges to C. ഇനി കൺവേർജൻസിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ നേരത്തെ പണ്ട് സീക്വൻസിന്റെ കേസിൽ പഠിച്ചതാണ്. എ സീക്വൻസ് xn converges to C if for every epsilon greater than 0 there exists a k epsilon. എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു k epsilon കണ്ടുപിടിക്കാൻ പറ്റണം such that modulus of xn minus c is less than epsilon for all n greater than or equal to k epsilon. n greater than or equal to k epsilon വരുമ്പോഴെല്ലാം modulus of xn minus c less than epsilon സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ നമുക്കൊരു n കണ്ടുപിടിക്കാം, k കണ്ടുപിടിക്കാൻ പറ്റും. n greater than or equal to k epsilon വരുമ്പോഴെല്ലാം modulus of xn minus c less than epsilon സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു k epsilon നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ xn converges to c ആണ്. നമ്മൾ എപ്സിലോൺ വരെ ഇവിടെ ഡെൽറ്റയാണ് യൂസ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മൾ കണ്ടിന്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എപ്സിലോണും ഒരു ഡെൽറ്റ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് xn കൺവേർജ് നമ്മൾ ഓൾറെഡി എടുത്ത ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് xn കൺവേർജസ് ടു സി ആയതുകൊണ്ട് ആ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് whenever n greater than k delta modulus of xn minus c is less than delta എന്ന് പറയാമല്ലോ. modulus of xn minus c is less than delta when n greater than k delta. അപ്പം xn സി എയിലെ ഒരു എലമെന്റ് ആണ് തന്നിട്ടുണ്ട്. xn is a sequence in A and mod xn minus c less than delta for all n greater than or equal to k delta. n greater than or equal to k delta വരുമ്പോഴെല്ലാം modulus of xn minus c less than delta യുമാണ് xn എയിലെ എലമെന്റുമാണ്. അപ്പം നമ്മൾ ഇക്വേഷൻ 1 ഇത് അപ്ലൈ, ഇത് ഇക്വേഷൻ 2ഉം ഇത് ഇക്വേഷൻ 1ഉം നമ്മൾ ഒരുമിച്ച് കമ്പയർ ചെയ്യും. അപ്പം ഇക്വേഷൻ 1 നമുക്കുണ്ട് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that modulus of x minus c less than delta and x element of A implies
മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇത് നമ്മുടെ കയ്യിലുണ്ട് ഇക്വേഷൻ 1 അനുസരിച്ച്. ഇക്വേഷൻ 2 അനുസരിച്ച് വെൻ എൻ ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ when xn element of a, where xn is in a. xn എയിലെ എലമെന്റ് ആണ്, xn മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റയും വരുമ്പം നമുക്ക് n ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ വരുമ്പം ഈ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് n ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ വരുമ്പം ഈ കണ്ടീഷനിലോട്ട് അപ്ലൈ ചെയ്യാലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം വെൻ n ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ നമുക്ക് xn മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റയായി xn എലമെന്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സിന് പകരം xn കൊടുക്കുമ്പം എന്തായിട്ട് മാറും? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. അപ്പോൾ n ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ വരുമ്പോഴെല്ലാം മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് n ഗ്രേറ്റർ ദാൻ കെ ഡെൽറ്റ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സിനും എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതിൽ നിന്ന് നമുക്ക് പറയാം സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സി. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് എൻ കൺവേർജസ് ടു സി വരുമ്പം എഫ് ഓഫ് എക്സ് എന്നും എഫ് ഓഫ് സിയിലോട്ട് കൺവേർജ് ചെയ്യും. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ ആക്ച്വലി നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? എക്സ് എൻ കൺവേർജസ് ടു സി ആൻഡ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സി ആണെങ്കിൽ, ഇഫ് എക്സ് എൻ ഇസ് എ സീക്വൻസ് ദാറ്റ് കൺവേർജസ് ടു സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് സിയിലോട്ട് കൺവേർജ് ചെയ്യുവാണെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. എഫ് കണ്ടിന്യൂസ് അറ്റ് സി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇതിനെ നമ്മൾ പി എന്നും ഇതിനെ ക്യൂ എന്നും വിളിച്ചാൽ പി ഇംപ്ലൈസ് ക്യൂ എന്നാ കാണിക്കേണ്ടത്. കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ് അനുസരിച്ച് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഇക്വലന്റ് ടു നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് equivalent to negation q implies negation p. ഇപ്പം p implies q കാണിക്കുന്നതിന് പകരം negation q implies negation p എന്ന് കാണിച്ചാൽ മതി. നമുക്ക് കാണിക്കേണ്ടത് എക്സ് എൻ കൺവേർജസ് ടു സി വരുമ്പം എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സി ആണെങ്കിൽ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി എന്നാണ് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ അതിന് നെഗേഷൻ എടുത്തു, നെഗേഷൻ ക്യൂ എടുക്കുക. അപ്പം എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് നമ്മൾ എടുക്കുക. So we are going to prove that f is not continuous at c implies f is not continuous at c എന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് കാണിക്കണം? നെഗേഷൻ പി ആണ് ട്രൂ ആണെന്ന് കാണിക്കണം. എഫ് കണ്ടിന്യൂസ് അല്ലാത്തപ്പം എക്സ് എൻ കൺവേർജസ് ടു സി വരുമ്പം എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് ഇതിന് നെഗേഷൻ കാണിച്ചാൽ മതി. എക്സ് എൻ കൺവേർജസ് ടു സി വരുമ്പം എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി എന്ന് കാണിച്ചാൽ മതി. അപ്പം നമ്മൾ നെഗേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് എടുത്തു. എഫ് കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും. സച്ച് ദാറ്റ് വെൻ എവർ എക്സ് മൈനസ് സിയുടെ മോഡുലസ് ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ, ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് വെൻ എവർ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ എഫ് കണ്ടിന്യൂസ് അല്ല. എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് പറയുമ്പോൾ ഒരു എപ്സിലോണെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ എപ്സിലോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത എപ്സിലോണിനെ നമുക്ക് എപ്സിലോൺ 0 എന്ന് വിളിക്കാം. അപ്പം നമുക്ക് പറയാം ഒരു എപ്സിലോൺ 0 എങ്കിലും കാണും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ ഓൾ ഡെൽറ്റ, ഈ എപ്സിലോൺ 0 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏത് ഡെൽറ്റ എടുത്താലും whatever delta we choose, there exists at least one x delta in this neighborhood. സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ ഒരു പോയിന്റ് എങ്കിലും കാണും. സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ ഒരു എക്സ് ഡെൽറ്റ എങ്കിലും കാണും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഡസ് നോട്ട് ബിലോങ്സ് ടു ദ ഡെൽറ്റ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ വരുമ്പോഴെല്ലാം എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നെയ്ബർഹുഡിൽ എഫ് ഓഫ് എക്സ് വരണം. ഇവിടെ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ എപ്സിലോൺ 0 കറസ്പോണ്ടിങ് നമ്മൾ ഏത് ഡെൽറ്റ നെയ്ബർഹുഡ് എടുത്താലും അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് എങ്കിലും കാണും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് സി. എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സിയിൽ വരാത്തതുപോലെ ഒരു എക്സ് ഡെൽറ്റ എങ്കിലും കാണും. അതാണ് നമ്മളിവിടെ പറയുന്നത്. there exists at least one x delta in the delta neighborhood of C such that f of x does not belongs to the epsilon 0 neighborhood of f of C. അപ്പം നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 1 ഏത് ഡെൽറ്റ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റെങ്കിലും കാണാം. അപ്പം നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 1 എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പോയിന്റ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് ബിലോങ്സ് ടു ദിസ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഫോർ എവരി എൻ
element of n, the 1 by n neighborhood of C contains a number xn such that mod xn minus C is less than 1 by n, but modulus of f of xn minus f of C is not less than epsilon. അല്ലെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ എപ്സിലോൺ ആണ് വേണ്ടിയിരുന്നത്, പക്ഷെ നമുക്കത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് xn മൈനസ് സി ലെസ് ദാൻ 1 by n നിന്ന് നമുക്ക് xn കൺവേർജസ് ടു സി എന്ന് പറയും. പക്ഷേ എഫ് ഓഫ് xn മൈനസ് എഫ് ഓഫ് സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ 0 ആയതുകൊണ്ട് എഫ് ഓഫ് xn ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി ആണ്. അപ്പോൾ നമുക്ക് xn കൺവേർജസ് ടു സി ആണ്, പക്ഷേ എഫ് ഓഫ് xn ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി ആണ്. അപ്പോൾ നമുക്ക് xn കൺവേർജസ് ടു സി ബട്ട് എഫ് ഓഫ് xn ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്താ എടുത്തത്? എഫ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി, നെഗേഷൻ ക്യൂ എടുത്തു. ആ ക്യൂ എന്ന് പറയുന്നത് എഫ് ഈസ് കണ്ടിന്യൂസ് എന്നുള്ളതായിരുന്നു. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ആയിരുന്നു ക്യൂ, അതിന്റെ നെഗേഷൻ ആണ് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി. നമുക്ക് നെഗേഷൻ പി ആണ് കിട്ടുന്നത്. xn കൺവേർജസ് ടു സി വരുമ്പം എഫ് ഓഫ് xn കൺവേർജസ് ടു എഫ് ഓഫ് സി എന്നുള്ളതായിരുന്നു പി. അതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് xn കൺവേർജസ് ടു സി ഇംപ്ലൈസ് എഫ് ഓഫ് xn ഡസ് നോട്ട് കൺവേർജസ്. അവിടെ നമ്മൾ അതാണ് ഇവിടെ കിട്ടുന്നത്. xn കൺവേർജസ് ടു സി ആണ്, പക്ഷേ എഫ് ഓഫ് xn ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി ആണ്. അപ്പോൾ നമുക്ക് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ഫോമിൽ കിട്ടി. Therefore എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി, എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി ഇംപ്ലൈസ് xn converges to C, then f of xn does not converges to f of C ആണ്. Therefore, we can say that by the contrapositive argument, when xn converges to C and f of xn converges to C, f is continuous at C. Therefore, sequential criteria is proved.